Good evening students. Welcome to a lecture series of quantum mechanics. കഴിഞ്ഞ വീഡിയോയിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു ഡിബ്രോയി ഹൈപ്പോത്തസിസിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റർ വേവ് എന്ന് പറയുന്ന ഒരു വേവ് ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാം. വേവ് ഗ്രൂപ്പ് ഒരു മാറ്റർ വേവിനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുകയും ആ വേവ് ഗ്രൂപ്പിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ഇങ്ങനെ psi of x is equal to integral 0 to infinity g of k cos kx dk എന്ന് എഴുതി, where g of k is called the Fourier transform of psi of x. എന്നിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലെ ഫ്യൂരിയർ ട്രാൻസ്ഫോം റെപ്രസെൻറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. വേവ് ഗ്രൂപ്പിൻ്റെ ഷേപ്പിനനുസരിച്ച് ഫ്യൂരിയർ ട്രാൻസ്ഫോമിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഡിസ്കസ് ചെയ്യാം. ഒന്ന് ജി ഓഫ് കെ എന്ന് പറയുന്നത് കെക്ക് അനുസരിച്ചും സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിനനുസരിച്ചും വേരി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു പൾസിൻ്റെ സിമ്പിൾ എക്സാമ്പിൾ എടുത്താൽ അതിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു പൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് വളരെ ബ്രോഡായിട്ടുള്ള വളരെ ലാർജ് വേരിയേഷൻ പോസിബിൾ ആവുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയത്. ഒരു വേവ് ഗ്രൂപ്പ് വിത്ത് വേരിയിങ് ആംപ്ലിറ്റ്യൂഡ്സ് നമുക്ക് ഓൾമോസ്റ്റ് ജസ്റ്റ് ലൈക്ക് എ പൾസ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കിട്ടി. ഒരു ഇൻഫൈനൈറ്റ് ഹാർമോണിക് വേവ് നമ്മൾ ട്രീറ്റ് ചെയ്താൽ ജി ഓഫ് കെ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വാല്യൂവിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗോസിയൻ ഫംഗ്ഷൻ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഗോസിയൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് വീണ്ടും ഒരു ഗോസിയൻ തന്നെ കിട്ടും. ദാറ്റ് മീൻസ് ഫ്യൂരിയർ ട്രാൻസ്ഫോം ഓഫ് എ ഗോസിയൻ ഈസ് ഓൾവേസ് ഗോസിയൻ ഓർ ബെൽ ഷേപ്ഡ് വേവ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഗോസിയൻ. അപ്പോൾ അത് ക്ലിയറായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ ചേഞ്ച് ഇൻ അല്ലെങ്കിൽ ദ അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ്, ദ വിഡ്ത്ത് ഡെൽറ്റ എക്സ് ഈസ് സ്മോൾ but delta k is large. In this case, delta k is small but delta x is large. Here delta x is infinite ആണ്, delta k എന്ന് പറയുന്നത് 0 ആണ് വരും. അപ്പോൾ ഡെൽറ്റ എക്സ് കുറയുമ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ പാർട്ടിക്കിളിനെ ലൊക്കേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്താൽ അതിൻ്റെ വേവ് നമ്പറിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ലാർജ് ആയിട്ട്, അല്ലെങ്കിൽ ജി ഓഫ് കെ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ, ലാർജ് വേവ് നമ്പർ വേരിയേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇൻഫൈനൈറ്റ് ഹാർമോണിക് വേവിൽ ഡെൽറ്റ എക്സ് ഇൻഫൈനൈറ്റ് ആണ്, അപ്പോൾ അവിടെ ഡെൽറ്റ കെ 0 ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഡെൽറ്റ കെ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് കൂടുമ്പോൾ ഡെൽറ്റ കെ കുറയുകയും ആ രൂപത്തിലാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. സോ ഒരു ഗോസിയൻ ഫംഗ്ഷനിലാണ് മിനിമം, ദ പ്രോഡക്റ്റ് വിൽ ബി മിനിമം ഫോർ എ ഗോസിയൻ ഫംഗ്ഷൻ. ദ പ്രോഡക്റ്റ് ഡെൽറ്റ എക്സ് ഡെൽറ്റ കെ വിൽ ബി മിനിമം for a bell-shaped wave function, bell-shaped or Gaussian wave function, where delta x delta k is equal to 1/2. So this is the minimum value. This is the minimum value. ഇനി വേറെ ഏത് വേവ് ഗ്രൂപ്പ് ആയാലും അതിനേക്കാളും കൂടുതലായിരിക്കും. നോർമലി ഒരു ഡിബ്രോയി വേവിൻ്റെ വേവ് ഗ്രൂപ്പ് ഒരിക്കലും ഗോസിയൻ വരാറുള്ളത് വളരെ അപൂർവമായിട്ട് മാത്രമേ വരാറുള്ളൂ, അല്ലെങ്കിൽ അത് വരാറില്ല എന്ന് തന്നെ പറയാം. Because the wave groups in general, the wave groups in general do not have bell-shaped or Gaussian wave function So for any de Broglie wave or any matter wave,
the uncertainty product delta x delta k will be greater than or equal to 1 by 2. And it is equal to 1 by 2 for Gaussian because the wave group in general do not have bell-shaped or Gaussian function. Then you can generally say that delta x delta k must be greater than or equal to 1 by 2 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ നമ്മൾ ഡി ബ്രോയി ഹൈപ്പോത്തസിസിൽ നിന്ന് നമ്മളൊരു റിസൾട്ട് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. De Broglie hypothesis. Lambda is equal to h by p. So you can write it as here നമ്മൾ എഴുതിയ ഇക്വേഷൻസ് എന്ന് പറയുന്നത് psi of x ന്റെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. psi of x is equal to integral 0 to infinity g of k cos kx dk നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഡെൽറ്റ x ഡെൽറ്റ k greater than or equal to 1 by 2, which is equation number 2, and this is equal to equation number 3. Then k is equal to 2 pi by lambda. So you can write it as 2 pi p divided by h. So delta k will be 2 pi by h into delta p. Uncertainty in momentum can be found out. This is the uncertainty in wave number. This is uncertainty in momentum. So if delta k is the uncertainty in wave number, then the corresponding uncertainty in momentum can be represented as delta k is equal to 2 pi by h into delta p എന്ന് നമുക്ക് represent ചെയ്യാം. So delta p is equal to h delta k divided by 2 pi. Okay. This is equation number 4 എന്ന് കൊടുക്കുക. This is equation number 5 and this is equation number 6. Okay. So delta p is equal to h delta k divided by 2 pi എന്ന് കിട്ടിയിട്ടുണ്ട്. And we know delta x delta k greater than or equal to 1 by 2. So delta k will be greater than or equal to 1 by 2 delta x. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ delta p will be greater than or equal to h by 2 pi into 1 by 2 delta x. So delta p delta x is greater than or equal to h by 4 pi. The h by, this is the famous uncertainty principle. Or you can write it as if h cross is equal to h by 2 pi, then delta x delta p is greater than or equal to h cross by 2. This is the famous uncertainty principle. Uncertainty principle. So de Broglie hypothesis ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 7 എന്ന് നമുക്ക് കൊടുക്കാം. de Broglie hypothesis വെച്ചിട്ട് നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വളരെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്തു. അൺസർട്ടനിറ്റി ഒരു ഗോസിയൻ വേവ് ഫംഗ്ഷന്റെ മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയെടുത്ത് നമ്മൾ ചെയ്തു എന്നുകൂടി റിവൈൻഡ് ചെയ്യാം. മിനിമം uncertainty product നമ്മൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു 1 by 2 ഗോസിയൻ ഫംഗ്ഷന് നമ്മൾ അസ്യൂം കൺസിഡർ ചെയ്തു. ആ ഗോസിയൻ ഫംഗ്ഷൻ ഗോസിയൻ ഫംഗ്ഷൻ മിക്ക വേവ് ഗ്രൂപ്പുകളും ഗോസിയൻ ആവില്ല, അതിനേക്കാളും കൂടുതലായിരിക്കും അൺസർട്ടനിറ്റി. ഇത് മിനിമം അൺസർട്ടനിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്ന് നമ്മൾ represent ചെയ്യാറുണ്ട്. The value of h cross is 1.054 into 10 raised to minus 34 joule second. Okay. ഇത് പലപ്പോഴും
പല ടെക്സ്റ്റ് ബുക്കുകളിലും പല രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ് കാണാറുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്നാണ് ജനറലി എഴുതാറുള്ളത്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് നോ അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്നോ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഈ മൂന്ന് റെപ്രസെൻറ്റേഷനും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ രൂപത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസും നമ്മൾ ആ എച്ച് ക്രോസ് എന്ന് പറയുന്ന വാല്യൂ എച്ച് ആയാലും എച്ച് ക്രോസ് ആയാലും ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁻34 ആണ്. ആ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പല രൂപത്തിലും നമ്മൾ എഴുതാറുണ്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ നമുക്ക് കിട്ടി. ഈ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ നിന്നൊരു കാര്യം മാത്രം വളരെ കൃത്യമായിട്ട് പറയാനുണ്ട്. നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും സൈമുൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ രണ്ടിലും ഒരു അൺസർട്ടൻറ്റി ഉണ്ടാവും. ഇപ്പോൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. If you increase the uncertainty in delta x, then it will reduce the uncertainty in momentum. And vice versa. അതായത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് കുറഞ്ഞാൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് കൂടും. അപ്പോൾ അൺസർട്ടൻറ്റി നമുക്ക് മിനിമമാക്കി കൺസിഡർ ചെയ്യാമെന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരു അൺസർട്ടൻറ്റി, ഒരു മിനിമം അൺസർട്ടൻറ്റി എപ്പോഴും നിങ്ങൾക്ക് ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഫ്യൂച്ചർ വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ പാർട്ടിക്കിളിൻ്റെ പ്രസൻറ്റ് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അറിയില്ല എന്ന് പറയാം. വി കനോട്ട് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ഓഫ് എ സിസ്റ്റം പ്രിസൈസ്ലി ആക്യുറേറ്റ്ലി ബിക്കോസ് വി ഡോണ്ട് നോ ദ സിസ്റ്റം, we cannot represent the present situation accurately. ഇതാണ് നമ്മളുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അതൊരു എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ്റെ ആക്യുറസിയുടെ പ്രശ്നമാണോ എന്നുള്ളൊരു ചോദ്യം വരാം. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ്റെ ആക്യുറസി കൊണ്ടല്ല, ഇത് നേച്ചറിലുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള, അതായത് ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു മിനിമം അൺസർട്ടൻറ്റി പ്രോഡക്റ്റ് ഉണ്ട്. ആ അൺസർട്ടൻറ്റിക്ക് ഒരു മിനിമം അൺസർട്ടൻറ്റി ഏത് മെഷർമെൻറ്റിലും ഉണ്ടാവും എന്നുള്ളത് ഒരു നേച്ചറിലെ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു എനി എക്സ്പെരിമെൻ്റൽ എറർ ഇൻ ദ ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷൻ്റെ എക്സ്പെരിമെൻ്റൽ എററുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വളരെ കൃത്യമായിട്ട് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള അൺസർട്ടൻറ്റി ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാവും. യു കനോട്ട് പ്രിസൈസ്ലി സ്പെസിഫൈ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സബറ്റോമിക് പാർട്ടിക്കിൾ ആക്യുറേറ്റ്ലി വിത്ത് ആൻ അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസി എന്നുള്ളത്. ആക്യുറേറ്റ്ലി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. വിത്ത് ആൻ അബ്സല്യൂട്ട് ഡിഗ്രി ഓഫ് ആക്യുറസി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ the position and momentum of a subatomic particle with an absolute degree of accuracy എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. So the uncertainty, minimum uncertainty product is delta x delta p is equal to h cross by 2. This is called the minimum uncertainty product. Minimum uncertainty product. So delta x delta p is always greater than or equal to h cross divided by 2. Okay, this is uncertainty principle. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇനി അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ വീണ്ടും ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഡിറൈവ് അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു അനലൈസ് ദ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഇൻ ടേംസ് ഓഫ് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ്. നമ്മൾ തൊട്ട് മുമ്പ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഡിറൈവ് ചെയ്തത് ഡി ബ്രോയി ഹൈപ്പോത്തസിസ് ഉപയോഗിച്ചുകൊണ്ടാണ്. വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ്, ഡി ബ്രോയി ഹൈപ്പോത്തസിസ്. ഡി ബ്രോയി ഹൈപ്പോത്തസിസ് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതേ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ, പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.
പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റിനെ ഒരു ഫോട്ടോൺ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ പ്രഡിക്ഷൻ നടത്താൻ പറ്റുമോ, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ആർതർ ബേസറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ 2 എന്ന് പറഞ്ഞൊരു ഹെഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്, ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു അനലൈസ് ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ by studying the particle properties of waves. From particle properties of waves. Particle properties of waves. വളരെ ലളിതമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോവാണ്. സപ്പോസ് യു ഒബ്സർവ് ആൻ ഇലക്ട്രോൺ യൂസിങ് എ ലൈറ്റ്. സപ്പോസ് യു ഒബ്സർവ് ആൻ ഇലക്ട്രോൺ യൂസിങ് എ ഫോട്ടോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്, യൂസിങ് എ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇലക്ട്രോണിനെ വാച്ച് ചെയ്യുകയാണെന്ന്, അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു പാർട്ടിക്കിളിനെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളൊരു വ്യൂവർ ഉണ്ട് ഇവിടെ, സം മൈക്രോസ്കോപ്പ് എക്യുപ്മെൻറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. ആ വ്യൂവർ ഒരു ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യാം. ദിസ് ഇസ് ആൻ ഇലക്ട്രോൺ. വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് റേഡിയേഷൻ ഈ ഇലക്ട്രോണിന് വന്ന് വീഴും. അതിനനുസരിച്ച് അത് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഫോട്ടോൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ പ്രോപ്പർട്ടിയാണ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോട്ടോൺ ഈ ഇലക്ട്രോണിന് വന്ന് വീഴുന്നു. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റ് വേണം. ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ലൈറ്റിനെ ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കളക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ടാണ്, ഫോട്ടോൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു, ഒരു സ്പെസിഫിക് എനർജിയുള്ള ഫോട്ടോൺ വന്ന് വീഴുന്നു. ഈ ഫോട്ടോണിനെ ഒരു പാർട്ടിക്കിളായിട്ടും ഇലക്ട്രോണിനെ ഒരു പാർട്ടിക്കിളായിട്ടും ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോൺ ഇലക്ട്രോണിൽ നിന്ന് ബൗൺസ് ചെയ്യും. ഫോട്ടോൺ ബൗൺസസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണും ഫോട്ടോണും തമ്മിൽ കൊളീഷൻ നടന്നിട്ട് ഇലക്ട്രോണും ഫോട്ടോണും മൂവ് ചെയ്യും. ഒരു റിഫ്ലക്റ്റഡ് ഫോട്ടോൺ ഉണ്ടാവും. ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം വേറൊരു മൊമെൻറ്റമായിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഇത് ഇനീഷ്യൽ മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുക, ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ മൊമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ഫോട്ടോൺ വന്നിടിച്ചാൽ എന്തായാലും ആ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം വേരിയേഷൻ സംഭവിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ യു കനോട്ട് ഒബ്സർവ് ആൻ ഇലക്ട്രോൺ വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മൊമെൻറ്റം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഫോട്ടോൺ വന്ന് ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ഫോട്ടോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രോണെ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിന് ഒരു ഇനീഷ്യൽ മൊമെൻ്റ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അതിലേക്ക് ഒരു ഫോട്ടോൺ വന്ന് ഇലക്ട്രോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഫോട്ടോൺ കൊളീഷൻ നടന്നിട്ട് ഇലക്ട്രോൺ ബൗൺസ് ചെയ്ത് പോകുന്നു, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം മാറുന്നു. അതായത് ഒബ്സർവേഷൻ തന്നെ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റത്തിൽ ചേഞ്ച് വരുത്തും. എത്രത്തോളം ചേഞ്ച് വരുത്തും എന്ന് നമുക്ക് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? എത്രത്തോളം മൊമെൻറ്റം മാറിയിട്ടുണ്ടാവും? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം മൊമെൻറ്റം എന്ന് നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. എങ്കിലും നമുക്കൊരു കാര്യം പറയാം, ഫോട്ടോണിനുണ്ടായിരുന്ന വേവ് ലെങ്ത് ഉണ്ടല്ലോ, ഫോട്ടോണിനുണ്ടായിരുന്നൊരു മൊമെൻ്റ് ഉണ്ട്, ഫോട്ടോണിനൊരു മൊമെൻറ്റം പി ഉണ്ട് എന്ന് വിചാരിക്കുക. ആ മൊമെൻറ്റത്തിൻ്റെ ഓർഡറിലായിരിക്കും ഈ ചേഞ്ച് എന്ന് പറയുന്നത്. സോ യു ക്യാൻ സിംപ്ലി സേ ദാറ്റ് the exact change in momentum of electron
cannot be predicted. Cannot be predicted. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എത്രത്തോളമാണ് വ്യത്യാസം വന്നേക്കണേ എന്നുള്ളത് നമുക്ക് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. But it will be of the order of photons momentum. Photons momentum. ഫോട്ടോൺ ഒരു പർട്ടിക്കുലർ മൊമെന്റം ആയിട്ടാണ് ഇലക്ട്രോണിനെ വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോണിന്റെ മൊമെന്റത്തിന്റെ ഓർഡറിലെങ്കിലും ഒരു മിനിമം ചേഞ്ച് ഇലക്ട്രോണിന് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് h by lambda. Why it is h by lambda? H by lambda means momentum of photon. This is the uncertainty in or change in uncertainty in photons, electrons momentum. So suppose you are observing an electron using a photon of wavelength lambda, then the uncertainty in electron's momentum will be of the order of momentum of the photon. Okay, this is equation number 1. Clear ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലാംഡ കുറച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ ഡെൽറ്റ പി എന്ന് പറയുന്നത് എച്ച് ബൈ ലാംഡയാണ്. അപ്പം ലാംഡ നമ്മൾ കുറച്ചു എന്ന് വിചാരിക്കാം. ലാംഡ കുറച്ചാൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ പി കൂടും. ലാംഡ കൂട്ടിയാലോ ഡെൽറ്റ പി കുറയും. അപ്പം നമ്മൾ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺസ് ഉപയോഗിച്ച് ഈ ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ള ഫോട്ടോൺ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ദ അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം will be small. Okay, clear. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് ഉപയോഗിച്ചാൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് വളരെ കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മളൊരു വ്യൂവർ ഉണ്ട്. ആ വ്യൂവർ ഒരു ഫോട്ടോൺ വന്ന് വീഴുന്നു. ഒരു അറ്റോമിക് ഇലക്ട്രോൺ ഉണ്ട്. അറ്റോമിക് ഇലക്ട്രോണിൻ്റെ ഒരു ഇനീഷ്യൽ മൊമെന്റം ഉണ്ടെന്ന് വിചാരിക്കുക. കൊളീഷന് ശേഷം മൊമെന്റം മാറുന്നു. ഫൈനൽ മൊമെന്റം ഇങ്ങനെയായി. ഒരു റിഫ്ലക്റ്റഡ് ഫോട്ടോൺ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ പൊസിഷൻ നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളൊരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടോ ആണ് നമ്മൾ ഒരു ഏത് ഡിവൈസ് ആയിക്കോട്ടെ, ഏത് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ വളരെ കൃത്യമായിട്ട് പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളുടെ ലൊക്കേഷൻ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യുന്നത് ആ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സിൻ്റെ, ഇപ്പോൾ നമ്മളൊരു മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ആ മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചേക്കണ സോഴ്സ് ഓഫ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിലായിരിക്കും ആ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടേ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോൺ വളരെ സ്മോളർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഇലക്ട്രോൺ ബീമാണ്. ലൈറ്റിന് പകരം ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിച്ചത്. സാധാരണ വിസിബിൾ ലൈറ്റിന് പകരം ഇലക്ട്രോൺ ബീം. അപ്പോൾ ഇലക്ട്രോൺ ബീം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടിയും റിസോൾവിംഗ് പവർ ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് വരികയും കൂടുതൽ മാഗ്നിഫൈ ചെയ്ത് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡിക്റ്റ് ചെയ്യാനും പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ മെഷർമെൻറ്റിൽ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, പാർട്ടിക്കിൾ ഇലക്ട്രോണിനെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഓൾവേസ് ഓഫ് ദ ഓർഡർ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് ദ ഫോട്ടോൺ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റവും ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ momentum will be h by lambda
and uncertainty in position will be of the order of wavelength lambda. അപ്പോൾ ഇവിടെ ലാംഡ കൂട്ടിയാൽ ഡെൽറ്റ എക്സ് കൂടും, അൺസർട്ടൻറ്റി കൂടും. ലാംഡ കുറച്ചാലോ ഡെൽറ്റ എക്സ് കുറയും. പക്ഷെ ലാംഡ കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ പി കുറയും. ലാംഡ കുറച്ചാൽ ഡെൽറ്റ പി കൂടും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമം അൺസർട്ടൻറ്റി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ എച്ച് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മിനിമം അൺസർട്ടൻറ്റി പ്രോഡക്റ്റ് ആണ് ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ എച്ച് ക്രോസ് ബൈ ടു, ഇത് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കിവിടെ എച്ച് എന്നുള്ള രൂപത്തിൽ നമ്മൾ ദിസ് ഈസ് ദ മിനിമം അൺസർട്ടൻറ്റി പ്രോഡക്റ്റ്. So always the uncertainty in position and momentum will be always greater than or equal to this quantity Planck's constant h. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ഫോട്ടോൺ എന്ന് പറയുന്ന ലൈറ്റിനെ ഫോട്ടോൺ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫിനോമിന വെച്ചിട്ട് നമ്മൾ പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ വളരെ ലളിതമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ടും പാർട്ടിക്കിൾ പ്രോപ്പർട്ടീസ് ഓഫ് വേവ്സ് വെച്ചിട്ടും അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ നമ്മൾ കൃത്യമായി റെപ്രസെൻറ്റ് ചെയ്തു. ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ ടു. ദിസ് ഈസ് ദ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഡെൽറ്റ എക്സ് ഈസ് ദ അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി ഈസ് ദ അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയ്സൻബർഗ്സ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വളരെ ഒരു എന്താ പറയുക ഇൻഹറൻ്റ് ആയിട്ടുള്ള നേച്ചറിലുള്ള ഇൻഹറൻറ്റ് പ്രോപ്പർട്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. യു കനോട്ട് പ്രിസൈസ്ലി it is impossible to determine both position and momentum of a subatomic particle simultaneously with an absolute degree of accuracy. The uncertainty product will be always greater than or equal to h cross by 2. അപ്പോൾ അതുകൊണ്ടാണ് എച്ച് ക്രോസ് എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് നമ്മൾ പറഞ്ഞു. എച്ച് ക്രോസിൻ്റെ റേഞ്ച് എത്രയാണ്? എച്ച് ക്രോസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എച്ച് ക്രോസ് ഈസ് ഈക്വൽ ടു 1.054 ഇൻറ്റു 10⁻⁻34. അത്രയേ ഉള്ളൂ, അത്രയും സ്മോൾ ആണ്. അതുകൊണ്ടാണ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൽ മാത്രമാണ്, മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ റെലവൻ്റ് ആവുക, അല്ലെങ്കിൽ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ അവോയ്ഡബിൾ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമുക്ക് എന്താ പറയുക ഒരു വളരെ ലാർജ് പാർട്ടിക്കിൾ, അതായത് ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പിലുള്ള പാർട്ടിക്കിൾസിലൊന്നും അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയി വരുന്നില്ല. കാരണം അവിടെ എച്ച് ക്രോസിൻ്റെ ഓർഡറിലാണ് ഈ അൺസർട്ടൻറ്റി നമ്മൾ പറയുന്നത്. അതൊരു മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ സബറ്റോമിക് പാർട്ടിക്കിളുകളുടെ അറ്റോമിക് ലെവലിൽ മാത്രമാണ് ഇത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ വളരെ ഡയറക്റ്റായിട്ട് നമ്മൾ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ കാണുമ്പോൾ നമ്മളുടെ പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു നെഗറ്റീവ് തരത്തിലുള്ള റിസൾട്ടാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷെ അതൊരു നെഗറ്റീവ് റിസൾട്ടല്ല. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രിൻസിപ്പിളാണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. സോ ഇറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. It is not a negative statement. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. It has got several applications. എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ്? ഒരു 2-3 എക്സാമ്പിൾസ് നമ്മൾ അപ്ലിക്കേഷൻസ് നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ആറ്റത്തിൻ്റെ സൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സൈസ് ഓഫ് ദ ആറ്റം ക്യാൻ ബി കാൽക്കുലേറ്റഡ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഹൈഡ്രജൻ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ക്യാൻ ബി calculated.
ഇതെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിലുള്ളത് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണെന്ന് അറിയാം. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറിയാം. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് inside the nucleus can be explained using uncertainty principle. Okay, and the fourth one is the strength of the nuclear force. Strength of the nuclear force can be calculated. ഓക്കെ, ഇതിലെല്ലാ എക്സാമ്പിൾസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളൊരു സ്പെസിഫിക് എക്സാമ്പിൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദാറ്റ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻ അറ്റോമിക് ന്യൂക്ലിയസ്. നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ in atomic nucleus. അപ്പോൾ നമുക്കൊരു ന്യൂക്ലിയസിൻ്റെ ഡയാമീറ്റർ നിങ്ങൾക്കറിയാം. അതായത് ന്യൂക്ലിയസിൻ്റെ ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണ്. ദാറ്റ് മീൻസ് 1 ഫെർമി. നോർമലി ഒരു വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് പോലും എടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം റേഡിയസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്നത്, ഈസ് അറൗണ്ട് 5 × 10⁻⁻15. വളരെ മാസ് നമ്പർ കൂടിയിട്ടുള്ള വളരെ വലിയ ഒരു ഹെവി ന്യൂക്ലിയസ് എടുത്തിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മാക്സിമം 5 × 10⁻⁻. വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 5 × 10⁻⁻15 മീറ്റർ ആ ഓർഡറിലാണ് സാധാരണ വരുന്നത്. നമ്മളിവിടെ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ന്യൂക്ലിയസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഇലക്ട്രോണിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം അസ്യൂം ചെയ്യാണ്. Let us assume that electron exists in atomic nucleus. So ഇപ്പോൾ ഇതാണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 × 10⁻⁻15 മീറ്റർ ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ ക്യാൻ ബി എനിവെയർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ മാക്സിമം അൺസർട്ടനിറ്റി ഫോർ ഇലക്ട്രോൺ ഇൻ ദിസ് ന്യൂക്ലിയസ് ഈസ് അറൗണ്ട് അപ്രോക്സിമേറ്റ്ലി 5 × 10⁻⁻15 മീറ്റർ. ഇത്രയാണ് അതിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണ് വരിക. 5 × 10⁻⁻15 മീറ്റർ ആയിരിക്കും അൺസർട്ടനിറ്റി ΔX എന്ന് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ΔX ΔP ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിൽ ΔP എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2 ΔX എന്ന് എഴുതാം. സോ 1.054 × 10⁻⁻34 divided by 2 ΔX is 5 × 10⁻⁻15. So the answer is, which is greater than 1.1 × 10⁻20 kilogram meter second⁻1. ഇത് വളരെ വലിയ ലാർജ് ആയിട്ടുള്ള ഒരു മൊമെൻ്റം ഒന്നല്ല. ഈ മൊമെൻ്റം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മൊമെൻ്റത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. കാരണം ഈ പാർട്ടിക്കിളുടെ സ്പീഡ് 10⁻20 ഓർഡർ ആകുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് റിലേറ്റിവിസ്റ്റിക് ഇഫക്റ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. So the kinetic energy will be of the order of can be represented as p²/2m. അപ്പോൾ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ ഇലക്ട്രോണിനുണ്ടാവുന്ന അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം വിൽ ബി ഓഫ് ദ ഓർഡർ ഓഫ് 1.1 ഇൻറ്റു 10⁻⁻20. അപ്പോൾ അത് തന്നെയായിരിക്കും ഞങ്ങളുടെ momentum of the electron. So momentum of the electron must be comparable to, so momentum P must be comparable to this delta P. So kinetic energy can be written as സോ നമ്മൾ പറഞ്ഞതിലൊരു ചെറിയ വിഷയം എന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.1 ഇൻറ്റു 10⁻⁻20 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്നാണ് നമ്മൾക്ക് എഴുതിയത്. സോ പി ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 1.1 ഇൻറ്റു 10⁻⁻20 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1 എന്ന് എഴുതാം. ദിസ് ഈസ് ആൻ അപ്രീഷ്യബിൾ കൈനറ്റിക് എനർജി. സോ കൈനറ്റിക് എനർജി റിലേറ്റിവിസ്റ്റിക് ഇഫക്റ്റിൽ നമുക്ക് നോൺ റിലേറ്റിവിസ്റ്റിക് ഇഫക്റ്റിൽ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ റേഞ്ച് എന്ന് പറയുന്നത് അത്ര സ്മോൾ അല്ല. അതുകൊണ്ട് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾക്ക് ടോട്ടൽ എനർജി മൈനസ് റെസ്റ്റ് എനർജി എന്നുള്ള റിലേറ്റിവിസ്റ്റിക് ഫോർമുല ഉപയോഗിക്കാം. ടോട്ടൽ എനർജി മൈനസ് റെസ്റ്റ് എനർജി എന്ന് പറയുന്ന ഫോർമുല തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. റിലേറ്റിവിസ്റ്റിക് സിറ്റുവേഷൻ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇ മൈനസ് എം നോട്ട് സി സ്ക്വയർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, എം നോട്ട് എന്ന് പറയുന്നത് റെസ്റ്റ് മാസ് ആണ്. ദിസ് ഇസ് ദ റെസ്റ്റ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ. സോ ഇ ക്യാൻ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് പി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എം നോട്ട് സ്ക്വയർ സി റേസ് ടു 4 മൈനസ് എം നോട്ട് സി സ്ക്വയർ എന്ന് എഴുതും. ഓക്കെ, ഹിയർ ദ റെസ്റ്റ് മാസ് എനർജി, ദ കൈനറ്റിക് എനർജി ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ this kinetic energy is far greater than ഈ ഓർഡറിൽ മൊമെൻറ്റത്തിൻ്റെ ഓർഡറിലുള്ള ഇത് വരുമ്പോൾ പി സ്ക്വയർ സി സ്ക്വയർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ പി സ്ക്വയർ സി സ്ക്വയറെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ടേമുകൾ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. സോ യു ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് പി സി. ദാറ്റ് മീൻസ് എം നോട്ട് സി സ്ക്വയർ ഈസ് ഫാർ ലെസ് ദാൻ പി സി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ നെഗ്ലക്ട് ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് പി സി എന്ന് എഴുതാം. കാരണം പിയുടെ ഓർഡർ എന്ന് പറയുന്നത് 1.1 ഇൻറ്റു 10⁻⁻20 വളരെ ലാർജ് ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സി എന്ന് കൊടുക്കാം. പി സി എന്ന് കൊടുക്കുമ്പോൾ 1.1 ഇൻറ്റു 10⁻⁻20 ഇൻറ്റു 3 ഇൻറ്റു 10⁸ എന്ന് നമുക്ക് കൈനറ്റിക് എനർജി എഴുതാം. ദാറ്റ് റിസൾട്ട് ഈസ് ആക്ച്വലി ജൂളിൽ നിന്ന് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്താൽ kinetic energy is of the order of 20 million electron volt വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കിള്, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രോൺ കൈനറ്റിക് എനർജി must be greater than or equal to 20 million electron volt for its existence inside the nucleus. അൺസ്റ്റേബിൾ ന്യൂക്ലിയസുകളിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അതായത് നമ്മൾ ബീറ്റ ഡി കെ റിലേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബീറ്റ ഡി കെ ഫിനോമിനകളും അല്ലെങ്കിൽ ഒരു ഹെവി ന്യൂക്ലിയസ് ഒരു ചെറിയ ലൈറ്റ് ന്യൂക്ലിയസ് ആയിട്ട് മാറുന്ന ബിഹേവിയറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺസ്റ്റേബിൾ ന്യൂക്ലിയസുകളിൽ നിന്നും, വളരെ ലാർജ് സൈസുള്ള ന്യൂക്ലിയസുകളിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ കൺസിഡർ ചെയ്താൽ പോലും 20 മില്യൺ ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കുറവാണ്. വളരെ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദിസ് 20 മില്യൺ ഇലക്ട്രോൺ വോൾട്ട്സ്. സോ electrons emitted
experiments showed that electrons emitted from unstable nuclei have kinetic energy far less than this kinetic energy. That means far less than 20 million electron volt. ഇതിൻ്റെ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ന്യൂക്ലിയസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ റിയാക്ഷൻ വഴിക്കാണ് നമ്മുടെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസ് അല്ല പുറത്തേക്ക് വരുന്നത്. ന്യൂക്ലിയസിൽ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 20 million electron volts. പക്ഷേ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനിൽ അത്രയും എനർജിയുള്ള ഇലക്ട്രോൺസുകൾ എമിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ മാത്രമല്ല ഒരുപാട് ഫർദർ സ്റ്റഡീസ് പിന്നീട് നടന്നതിന് ഭാഗമായിട്ട് തന്നെ നമുക്ക് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ടൂൾസുകൾ ഉപയോഗിച്ച് ബേസിക് ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഇതിലുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എനർജി അൺസർട്ടൻറ്റിയെ കുറിച്ചൊരു എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് എനർജിയും ടൈമും ഇതേപോലെ പൊസിഷനും മൊമെൻറ്റവും അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെ എനർജി അൺസർട്ടൻറ്റിയും ടൈം അൺസർട്ടൻറ്റിയും അതേ രൂപത്തിലുള്ള ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതിനെ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷൻഷിപ്പ് എന്ന് വിളിക്കും. എനർജി ടൈം അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് വിളിക്കാം. അതേപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റവും ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും. ആംഗുലർ മൊമെൻറ്റത്തിനെ L എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അൺസർട്ടൻറ്റി ഇൻ ആംഗുലർ മൊമെൻറ്റം ഈസ് ഡെൽറ്റ L ആൻഡ് അൺസർട്ടൻറ്റി ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡെൽറ്റ തീറ്റ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2 എന്ന് നമ്മൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചു. പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടൻറ്റി, എനർജി ടൈം അൺസർട്ടൻറ്റി, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അൺസർട്ടൻറ്റി റിലേഷൻസ് 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പ്രൊഡിക്റ്റ് ചെയ്തു. നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഇഫക്റ്റിൻ്റെ കൺസിഡറേഷൻ ഉപയോഗിച്ചുകൊണ്ട് കൈനറ്റിക് എനർജിയുടെ അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം, അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ ആദ്യം പ്രഡിക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ഡിസ്കസ് ചെയ്തു. അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റത്തിൻ്റെ ഓർഡറിലായിരിക്കും ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് കൈനറ്റിക് എനർജിക്ക് റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുകയും അതിൽ നിന്ന് കൈനറ്റിക് എനർജി ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 million ഇലക്ട്രോൺ വോൾട്ട് എങ്കിലും വേണം എന്നുള്ള കാര്യം നമ്മൾ അടിവരയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും അങ്ങനെ ഇലക്ട്രോൺസിനെ നമുക്ക് എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനിൽ ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. ഓക്കെ, ഇതാണ് നമുക്കിതിൽ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.